വെൽക്കം ടു അജി കിച്ചൻ. ഇന്ന് ഞാനൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല, ഗ്രീൻ പീസ് മസാല. അതിന് വേണ്ടി 200 ഗ്രാം ഗ്രീൻ പീസ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 ഇടത്തരം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 10-12 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ശകലം വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം, വേവിച്ചെടുക്കാം ചെറുതായിട്ട്. ഗ്യാസ് ഓണാക്കാം, സ്റ്റൗ ഓണാക്കാം. ഇതൊന്ന് വേവട്ടെ, കവർ ചെയ്ത് കൊടുക്കാം. 1-2-3 തിളച്ചാൽ മതി, വെന്ത് കിട്ടും. അത്രയങ്ങ് വെന്ത് കുഴച്ചെടുക്കണ്ട, ചെറിയൊരു കളർ വ്യത്യാസം വരത്തില്ലേ അത്. നമ്മുടെ സവാളയും ഓക്കെ, അണ്ടിപ്പരിപ്പും നല്ല എന്താ ആ കളറൊക്കെ വ്യത്യാസം വന്ന്. ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇത് പിടിച്ചിരിക്കട്ടെ, ഒന്ന് തണുത്ത് കിട്ടട്ടെ. തന്നെ നമ്മുടെ സവാള തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് സ്റ്റൗ വീണ്ടും ഓണാക്കാം. ഇതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. ഈ ചൂടായ എണ്ണയിലോട്ട് ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 3 ഏലക്ക. അത് ഞാൻ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടേ. ഇതിങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാനേ. ഇതിലോട്ട് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 6-7 കഷ്ണം വെളുത്തുള്ളി അല്ലി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് അതും ഗ്രേറ്റ് ചെയ്ത് അത് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒന്ന് വഴന്ന് വെച്ചട്ടെ. ഈ വഴന്ന കൂട്ടിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഗ്രീൻ പീസ് ഇല്ലേ ഇട്ട് കൊടുക്കാം. ഫ്രോസൺ ആണ്, അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലുണ്ടല്ലേ, അതൊന്ന് മാറിക്കിട്ടട്ടെ. അതുവരെ വഴറ്റിയെടുക്കേ. ഇത് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കേ. കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ കിടന്ന് ഒന്ന് വാടിക്കിട്ടട്ടെ, അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഈ തണുത്ത സവാളയില്ലേ, സവാളയും ഈ അണ്ടിപ്പരിപ്പും കൂടെ പുഴുങ്ങി വെച്ചേക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഈ ഒന്ന് നല്ല പേസ്റ്റ് എടുക്കാം. നമ്മുടെ ഗ്രീൻ പീസിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടി. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തേ. ശകലം തീയിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മളിപ്പോൾ ഈ പേസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന സവാളയും
അണ്ടിപ്പരിപ്പും ഇല്ലേ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിനകത്ത് ഈ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം, കാര്യം പീസ് വേവ് കിട്ടണ്ടേ. ഇനി ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറേ കൂടെ വെള്ളം ഒഴിക്കണേ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുക്കേ. കവർ ചെയ്ത് കൊടുത്തിട്ട് 3-4 മിനിറ്റ് ഇങ്ങനെ വേവട്ടെ. തീ ഒന്ന് മീഡിയത്തിൽ ഇട്ടേക്കാം കേട്ടോ. തിളച്ചിട്ട് തിളക്കട്ടെ. നമ്മുടെ കറി നല്ല തിളച്ച് ഇനി നമുക്ക് ഗ്യാസ് മീഡിയത്തിലാക്കാം. ഒരു 4-5 മിനിറ്റ് തീർത്ത് വേവട്ടെ. നമ്മുടെ പീസ് കറി നോക്കേ. ഇനി ഇതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര്. അധികം പുളിയുള്ള തൈരല്ലേ. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. സിമ്മിലിട്ടേക്ക്. ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കൂട്ടാം. നല്ലൊന്ന് ചൂടാവട്ടെ. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തേ. എല്ലാം നല്ല മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഈ ചെറിയ സിമ്മിൽ കിടന്ന് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ കറി നോക്കേ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞേ. ഇനി ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കേ. ഇതിലോട്ട് നല്ല ഫ്രഷ് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഓക്കെ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു പീസ് കറി. ഇത് ടേസ്റ്റാണെന്നറിയാവോ? നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാം.
ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ ഇത് ഭയങ്കര നല്ലൊരു കറിയാണേ. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ. നല്ലൊരു കറി. ഇനി ഞാൻ ഇത് ഗ്യാസ് ഓഫാക്കേ. നമുക്കൊരു സർവിങ് ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ഈ കറി ഒരു സർവിങ് ബൗളിലോട്ട് മാറ്റേ. ഓക്കെ, നല്ലൊരു കറിയായതേ. ഉള്ളി വഴറ്റണ്ട, എടുക്കണ്ട, ഒന്നും വേണ്ട. ഓക്കെ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല, ഗ്രീൻ പീസ് മസാല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എന്തിൻ്റെ കൂടെ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കറിയാണേ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.